കഴിഞ്ഞ 2 വീഡിയോകളിൽ പറഞ്ഞു വെച്ചതുപോലെ അമ്പലങ്ങളും ചോറൂണുകളും ഒന്നും തീരുന്നില്ല. പക്ഷേ ഈ വീഡിയോയുടെ കൂടെ നമ്മുടെ ചോറൂണ് ഇവിടെ അവസാനിക്കുകയാണ്. 3ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പഴയന്നൂരാണ്, തൃശ്ശൂർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. രാവിലെ നമ്മൾ പഴയന്നൂർ അമ്പലത്തിൽ ചോറൂണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു മയിൽ അവിടെ നിൽക്കുന്ന കണ്ടു. അവിടെ എപ്പോഴും മയിലും മാനും ഒക്കെ വരാറുണ്ട്. കാണുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഴയന്നൂർ ഭഗവതി ക്ഷേത്രമാണിത്. ഇവിടെ വന്നു. മേമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓമനമേമയും വല്യമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയച്ഛനും അമ്പ്യച്ചിറ്റയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുരളി ചെറിയച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ വന്നു. കൺമണി നല്ല ഉറക്കമാണ് കേട്ടോ. ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത്. അതായത് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കോഴികളില്ലേ, അവിടെ കോഴികളെ നേർച്ച കൊടുക്കുകയും ചെയ്യും. പറയുന്നത് ഫുൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അവിടെ അവർ കോഴികളെ ഇങ്ങനെ കെട്ടിയിടാറെന്ന് വെച്ചാൽ കൂട്ടിലങ്ങനെ കൂട്ടിലൊന്നും ഇടാറില്ല, ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കര ശക്തിയുള്ള അമ്പലമൊക്കെ കേട്ടോ. പക്ഷെ നമുക്ക് അമ്പലത്തിൽ പോയി നിന്ന് തൊഴാൻ എനിക്ക് ഒന്നാമത് ഈ കോഴിയൊക്കെ പേടിയാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രസാദം ഇരുന്നാൽ, അതുപോലെ ചെറിയ കുട്ടികൾ തലയിൽ ഈ ഹെയർ ക്ലിപ്പൊക്കെ വെച്ചേക്കുന്നുണ്ട്. കോഴി പറന്ന് വന്ന് കൊത്തത്തൊന്നുമില്ല എങ്കിലും ചിലരെയൊക്കെ കൊത്താറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി അവിടെ പോകാനായിട്ടേ. പോയി നിന്ന് തൊഴാനെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് നിന്ന് തൊഴാനുള്ളൊരു കണ്ണടച്ച് നിന്ന് തൊഴാൻ പേടിയാണ്. കോഴി വല്ലതും വരുമോ എന്നുള്ള പേടിയാണ് എപ്പോഴും. എന്തായാലും ചോറൂണിൻ്റെ സമയമായി. പറഞ്ഞ പോലെ അമ്പലത്തിനകത്ത് കുറച്ച് പുറത്തായിട്ട്, ശ്രീകോവിലിനകത്തല്ല, പുറത്തായിട്ടിരുന്ന് എല്ലാവരും കൺമണിക്ക് ചോറൂണ് എടുത്തു. കൺമണി എത്ര ലക്കിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എത്ര പേരെടുത്തു നിന്നാണ് അവൾക്കെന്ന് വെച്ചാൽ അവളുടെ എൽഡേഴ്സായിട്ടുള്ള എല്ലാവരെയും, അവളുടെ ബന്ധുക്കളുടെ എല്ലാവരെയും കയ്യിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ഇത് കഴിക്കാനും അത്രയധികം അമ്പലങ്ങളിൽ പോയി ചോറുണ്ണാനൊക്കെ ഒക്കെ പറ്റി. അങ്ങനെ നമ്മൾ ചോറൂണ് കഴിഞ്ഞിട്ട് അമ്പലത്തിലെല്ലാം തൊഴണമായിരുന്നു. തൊഴുതു. അപ്പോൾ കഴിച്ച ഇലയും അതുമൊക്കെ നമ്മുടെ കുളത്തിൽ എന്തോ കോഴിക്ക് കൊടുത്തെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുളത്തിൽ ഒഴിക്കും തോന്നുന്നു. അങ്ങനെ അന്ന് അവിടുത്തെ ചോറൂണ് കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളതില്ലേ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ചോറൂണിന് പോയി. അവിടെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോൺ അലൗഡ് അല്ലാന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോയോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. ചെറിയൊരു വീഡിയോ നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്ന, അമ്പലത്തിലോട്ട് പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഗുരുവായൂർ പോയപ്പം കുറേ ആയി ഇങ്ങനെ കേൾക്കുന്നു, കുറേ സെലിബ്രിറ്റീസ് പോകുന്നു, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി കേട്ടു ഈ ശ്രീ വിഷ്ണുമായ സ്വാമി ടെമ്പിളിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം, എന്താ ഇത്ര വിശേഷം അവിടെ നിന്ന് അറിയണം, പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനിയും പോയാൽ മാറുമോ എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് ടൈം പോയപ്പോൾ എനിക്കങ്ങനെ അവിടെ ഒരു ഭയങ്കര രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മൾ കാണാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആനയൊക്കെ എല്ലാം ഇങ്ങനെ ഇതിനെന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്ര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അമ്പലത്തിൻ്റെ ഫീലിംഗ് അവിടെ കിട്ടിയൊന്നുമില്ല. എനിക്കവിടെ കയറിയപ്പോൾ അതൊരു അമ്പലമാണ് എന്നൊന്നും തോന്നിയില്ല. എന്തോ ഭയങ്കര രസമുള്ള വേറെ ഏതോ ഒരു ലോകത്ത് പോയ പോലെ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുപാട് പൈസ ഇറക്കി സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. അങ്ങനെ നമ്മളവിടെ പോയി തൊഴുതു. അതിനുശേഷം നമ്മൾ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നദാനത്തിൻ്റെ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു തോന്നിട്ട്, ലഞ്ച് ടൈം ആയിരുന്നു. ഗുരുവായൂരിൽ പോകുമ്പോൾ കഴിച്ചിട്ടായിരുന്നു പോകുന്നത്, ശരിയാ. അങ്ങനെ ലഞ്ച് ടൈം ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അന്നദാനം കഴിച്ചു. കൺമണിക്ക് നമ്മൾ കൊടുത്ത് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. അവൾക്കിപ്പോഴും നമ്മൾ സിർലാക്കൊക്കെ തന്നെയാട്ടോ കൊടുക്കുന്നത്. ഇനി വേണം നമുക്ക് ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാൻ. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ എന്താ പറയുക, ചോറൂണ് എന്ന മഹാസംഭവം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ അമ്പലങ്ങളും നമ്മൾ കവർ ചെയ്തു. വളരെ മനോഹരമായിട്ട് തന്നെയുള്ള ഒരു ജേണി ആയിരുന്നു അവളുടെ ചോറൂണ്. അതിൽ ഒരു 80-90% എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാനും പോസ്റ്റ് ചെയ്യാനും പറ്റി. മോൻ്റെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിഷമമുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതവരുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ഏരിയ ഒക്കെ കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഗരുഡ സന്നിധി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പഴയന്നൂർ പോയ ദിവസം ഉള്ളതല്ല, ഗുരുവായൂർ പോയപ്പോൾ ഉള്ളതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൂണ് വീഡിയോ ഇവിടെ കഴിയാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന് അറിയാൻ സ്റ്റേ ട്യൂൺഡ്. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ, സി.